ചിത്രമണി എന്ന മനോഹരമായൊരു കാട്ടിൽ ഒരു പ്രാവമ്മയും അവളുടെ 3 കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. എല്ലാ വർഷവും അവിടെ നല്ല ഉഷാറായിട്ട് വനോത്സവം നടക്കാറുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, നൃത്തത്തിൽ എപ്പോഴും ഒന്നാമത് നമ്മുടെ മൈലമ്മ തന്നെയായിരുന്നു. ഞങ്ങൾക്കും ഡാൻസ് പഠിക്കണം. ശരി മക്കളെ, നമുക്ക് മൈലമ്മയോട് ചോദിച്ചു നോക്കാം. അവൾ നിങ്ങളെ പഠിപ്പിക്കുമോ എന്ന് നോക്കാം. ചെറിയ പ്രാവമ്മ മൈലമ്മയെ അന്വേഷിച്ചു പറന്നു. അവസാനം മൈലമ്മയുടെ വീട് കണ്ടെത്തി. എന്താ പ്രാവമ്മേ, രാവിലെ തന്നെ? മൈലമ്മ, എനിക്കൊരു സഹായം ചെയ്യാമോ? എന്റെ മക്കളെയും കൂടി ഒന്ന് ഡാൻസ് പഠിപ്പിക്കുവോ? എന്റെ അത്ര ഭംഗിയായി ആടാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. എനിക്ക് നിന്റെ മക്കളെ പഠിപ്പിക്കാൻ സമയമില്ല. വേഗം ഇവിടുന്ന് പോയിക്കോ. ഞാൻ എന്തു പറയും എന്റെ മക്കളോട്? പകലുകൾ കൊഴിഞ്ഞു, രാത്രികൾ കടന്നുപോയി. മൈലമ്മ ദൂരെ പീലി വിരിച്ചാടുമ്പോൾ ഒരു മരത്തിനു പിന്നിൽ ഒളിച്ചിരുന്ന് പ്രാവമ്മ അത് കൊതിയോടെ നോക്കി നിൽക്കും. പക്ഷേ സങ്കടപ്പെട്ടിരിക്കാൻ അവൾക്ക് സമയമില്ലായിരുന്നു. തിരികെ വീട്ടിലെത്തി തന്റെ കുഞ്ഞുങ്ങളെ ഓരോന്ന് പഠിപ്പിക്കുന്ന തിരക്കിലായി അവൾ. മക്കളെ, ആരും സങ്കടപ്പെടേണ്ട കേട്ടോ. അമ്മ കണ്ടുപിടിച്ച ഈ പുതിയ ചുവടുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമുക്ക് ഒന്നിച്ചു പഠിക്കാം. അങ്ങനെ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ പ്രാവമ്മയും കുഞ്ഞുങ്ങളും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചു. കഠിനമായ അധ്വാനത്തിലൂടെ ഒടുവിലവർ ആ നൃത്തച്ചുവടുകൾ പഠിച്ചെടുത്തു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വനോത്സവം. സുഹൃത്തുക്കളെ, വനോത്സവത്തിലെ നൃത്ത മത്സരം ആരംഭിക്കുന്നു. ആദ്യം വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മൈലമ്മ. അടുത്തതായി ഇതാ ആദ്യമായി മത്സരത്തിന് വരുന്നു കുഞ്ചിപ്രാവിന്റെ കുഞ്ഞുങ്ങൾ. അത്ഭുതം! ഈ വർഷത്തെ 1ാം സമ്മാനം പ്രാവന് കുഞ്ഞുങ്ങൾക്ക്. എന്നോട് ക്ഷമിക്കണം പ്രാവമ്മേ. അഹങ്കാരം കൊണ്ട് ഞാൻ നിങ്ങളെ കളിയാക്കി. കഠിനാധ്വാനം ചെയ്താൽ ആർക്കും വിജയിക്കാമെന്ന് ഈ കുഞ്ഞുങ്ങൾ എന്നെ പഠിപ്പിച്ചു. സാരമില്ല മൈലമ്മേ, നമുക്കെല്ലാവർക്കും ഇനിയും ഒരുമിച്ച് നൃത്തം ചെയ്യാം. അഹങ്കാരം എപ്പോഴും ആപത്താണ്. എന്നാൽ ആത്മവിശ്വാസവും കഠിനാധ്വാനവുമുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയും മറികടന്ന് നമുക്ക് വിജയിക്കാം.